ധർമ്മം എന്നാൽ മൂല്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യ ജീവിതത്തിൽ സ്വായത്തമാക്കി നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം നൽകണം എന്നതാണ് ഈ സന്ദേശയാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭാരതീയ സംസ്കാരം തന്നെ ധർമ്മത്തിന് ഊന്നൽ നൽകുന്ന സംസ്കാരമാണ്. ആദി സനാതന സംസ്കാരമായിരുന്നു ഭാരതത്തിൻ്റെത്. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും നിലനിൽക്കുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ധർമ്മ സന്ദേശ യാത്രയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആത്മീയ മൂല്യങ്ങളുടെ ആധാരത്തിലുള്ള ജീവിതമാകണം. നാം എല്ലാവരും ആത്മാവാണ്, ഈ ഭൗതിക ദേഹമല്ല. ഈ ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂക്ഷ്മമായ ഊർജമാണ്. ഈ സൂക്ഷ്മമായ ഊർജം ശാന്തി എന്ന ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നാം ഓം ശാന്തി മന്ത്രം ഉച്ചരിക്കുന്നത് തന്നെ. ഓം എന്നാൽ ആത്മാവാണെന്നാണ് അർത്ഥം. ആത്മാവിന്റെ ധർമ്മം തന്നെ ശാന്തിയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശാന്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം. എല്ലാവരിലേക്കും ശാന്തിയുടെ പ്രകമ്പനങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിനുള്ള ഒരു ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ആത്മീയതയാണ്. ആത്മീയത പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത് എല്ലാം ത്യജിച്ചുകൊണ്ടുള്ളൊരു ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കും എന്നാണ്. എന്നാൽ ആത്മീയത പഠിപ്പിക്കുന്നത് ജീവിതം ജീവിക്കുവാനുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു കലയാണ്. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ 2 ചിറകുകൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഉയരങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്കും 2 ചിറകുകൾ ആവശ്യമാണ്. അതിലൊന്ന് ഭൗതികതയാണെങ്കിൽ മറ്റേത് ആത്മീയതയാണ്. സയൻസും സ്പിരിച്വാലിറ്റിയും രണ്ടും കൂടി ചേർന്നേ സമൂഹം മുന്നോട്ട് പോകത്തുള്ളൂ. സയൻസ് ഇല്ലാതെ സ്പിരിച്വാലിറ്റി ഇല്ല, സ്പിരിച്വാലിറ്റി ഇല്ലാതെ സയൻസും ഇല്ല. ആത്മീയ മാർഗത്തിലുള്ളവർക്കും ആത്മീയതയെ സമൂഹത്തിലേക്ക് എത്തിക്കണമെങ്കിൽ സയൻസിന്റെ സാധനങ്ങളെ ആധാരമാക്കാതെ കഴിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വികസിച്ചപ്പോൾ നമ്മുടെ ഈ സന്ദേശയാത്ര തന്നെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രൂഫാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് നമ്മൾ കാണുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സന്ദേശയാത്രയ്ക്ക് കിട്ടിയ സ്വീകരണങ്ങളും അവിടെ നടന്ന ഓരോ പരിപാടികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴും ആ ഉത്സാഹ ഉണർവോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഈ പ്രോഗ്രാം പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ സയൻസിനെ നമ്മൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സയൻസ് ഇല്ലാതെ ആത്മീയതയില്ല, ആത്മീയതയില്ലാതെ സയൻസും ഇല്ല എന്നാണ്. സയൻസിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഉടലെടുത്തിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്, സൈലൻസിൽ നിന്നാണ്. ഏകാഗ്രതയിലൂടെയാണ് സയൻസ് ഉണ്ടായിരിക്കുന്നത്. ആ ഏകാഗ്രത കൈവരിച്ചാൽ നമുക്ക് ഏത് ജോലിയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. അപ്പൊ ആത്മീയത ജീവിതം ജീവിക്കാനുള്ളൊരു കലയാണ്. സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിതത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് നയിക്കാം, ഈ ഒരു സന്ദേശമാണ് ഈ ധർമ്മ സന്ദേശ യാത്ര നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.